തിരയിലൂടെ സിനിമയിൽ അരങ്ങേറ്റം നടത്തിയ ധ്യാൻ ശ്രീനിവാസൻ ഈ റിപ്പോർട്ടറുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്താണ് തിര? ഏത് തരത്തിലുള്ള ഒരു കഥയാണ് തിര കൊണ്ട് വിനീത് ശ്രീനിവാസൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബേസിക്കലി ഒരു 3 ദിവസത്തെ ഒരു സംഭവം, ഒരു ഇഷ്യൂ, അതിലൊരു ഒരു കോമൺ എൻ്റെ ഒരു 24-year-old ക്യാരക്ടറാണ്. പിന്നെ അപ്പോൾ ഒരു പ്രോബ്ലം നടക്കുന്ന, ഒരു പ്രോബ്ലത്തിൽ പെടുന്നു. അപ്പോൾ അതിൽ ഞാൻ പെട്ടതിന് ശേഷം കുറേ ഇഷ്യൂസ് ഉണ്ടാകുന്നു, കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അത് പിന്നെ മാമിൻ്റെ ക്യാരക്ടർ, ശോഭന മാമിൻ്റെ ക്യാരക്ടർ, പിന്നെ അതിൽ നിന്ന് വെച്ചാൽ ആ ഒരു കോമൺ പോയിന്റിൽ അവർ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്തിട്ട് ആ പ്രോബ്ലമിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇൻ 3 days എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. जंक्शन पे एक एक्सीडेंट हुआ था ना? क्या हिंदी बरोला ನನಗೆ ಬೇರೆಂದಿಗೂ പറഞ്ഞു കുട്ടി. വണ്ടി ഇടിച്ചിട്ട് ഒരു നിമിഷം കൂടെ നിൽക്കാമ പോയിട്ടാங்க. एक और आदमी था. ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ അതിൽ ഞാൻ അഭിനയിച്ചു. അപ്പോൾ അത് ഞാൻ ഏട്ടനെ കാണിച്ചിട്ടില്ല, കാരണം സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു ആ ഷോർട്ട് ഫിലിം, എൻ്റെ അഭിനയം. പക്ഷേ അത് കണ്ടിട്ടാണെന്നാണ് ഏട്ടൻ പറയുന്നത്. അതിലെൻ്റെ കസിൻ, ഈ പറഞ്ഞ രാകേഷ്, ഞങ്ങളുടെ സ്ക്രീൻ പ്ലേ എഴുതുന്നത്, പുള്ളി എൻ്റെ അസിസ്റ്റ് ചെയ്തിരുന്നു. അപ്പം പുള്ളിയും പറഞ്ഞിട്ടുണ്ടാവണം എന്നെപ്പറ്റി. പക്ഷേ പറയാൻ മാത്രം ഞാനൊരു ഭയങ്കര അഭിനയമൊന്നും അതിൽ കാണിച്ചിട്ടില്ല. എൻ്റെ മാമൻ്റെ കൂടെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോയി 916 എന്ന് പറഞ്ഞ പടത്തിൽ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ, കാരണം ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ലൊക്കേഷനിൽ പോകുമോ അല്ലെങ്കിൽ സിനിമ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വല്ലപ്പോഴും ലൊക്കേഷനൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര ബോറാണ് ഷൂട്ടിങ്ങൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ മൂവി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മാമൻ്റെ ആ പടം 916. അപ്പോൾ എനിക്ക് പ്രത്യേക ഒരു ജോലി, ഒരു ടാസ്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്, ആർട്ട് പർച്ചേസിന് ഞാൻ പോയിട്ടുണ്ട്. ആ രീതിയിൽ എനിക്ക് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതൊക്കെ കൊണ്ട് തിരയിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഈസിയായി കാര്യങ്ങളൊക്കെ. വന്നെത്തുന്ന പാദങ്ങളെല്ലാം വേഗത്തോടെ മൂടുന്നു നീയാരോ. ഞാൻ ഏട്ടനെ പോലെ കണ്ടിട്ടുള്ളൂ. കാരണം ഏട്ടൻ എന്നെ ആർട്ടിസ്റ്റായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കിപ്പം എൻ്റെ ഇൻഎക്സ്പീരിയൻസ് ആയിരിക്കാം, എനിക്കിപ്പോൾ ഏട്ടനൊരു ഡയറക്ടറായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഏട്ടൻ തന്നെയാണ്. പക്ഷേ ഞാൻ അവിടെ സെറ്റിലെത്തിയ സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഒന്നുമില്ല ഏട്ടനാണെന്നോ. ഞാൻ പുള്ളി പറയുന്ന കേൾക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ആണ് അഭിനയിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായപ്പോൾ ഏട്ടനും പേടിയായിരുന്നു, ഇങ്ങനെ എന്താ പറയണ്ടേ, അച്ഛൻ്റെ അടുത്ത് ഇപ്പം പറയണോ പിന്നെ പറയണോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനും പറഞ്ഞിട്ടില്ല, ഏട്ടനും പറഞ്ഞിട്ടില്ല. മനോജ് ഏട്ടൻ വഴിയും പിന്നെ അങ്ങനെ പലരും വഴിയാണ് അച്ഛനെ അറിയുന്നത്. ഞാനാണ് അഭിനയിക്കുന്നത്, ഞാനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ പുള്ളിക്ക് അപ്പോഴും ഇപ്പോഴും ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണോ അത് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ. സിനിമ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനെ പറ്റി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സിനിമയെ പറ്റിയോ ആ നടക്കുന്ന സംഭവത്തിനെ പറ്റിയോ ആ ഷോട്ടിനെ പറ്റിയോ ഒരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല. അതാണ് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. ഈ ഒരു സീനിൽ എനിക്കിപ്പോഴും ഓർമ്മ, മാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാം എന്തോ പറഞ്ഞു, മാം ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ക്യാമറ പുറത്ത്, ഇങ്ങനെ റോഡിന് പുറത്ത്, എന്ന് വെച്ചാൽ കാറിന് പുറത്ത് വെച്ചിരിക്കുക, കാറിന് അറ്റാച്ച് ചെയ്തിട്ടില്ല, പുറത്ത് ഇവിടെ വെച്ചിരിക്കുക. അവരൊക്കെ പുറത്ത് നിൽക്കുക. അപ്പം റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മാം ഓടിച്ചുകൊണ്ട് പോകണു. അപ്പോൾ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാം എന്തോ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആക്ഷനാണ്, റോളിംഗ് ആണ്. അപ്പോൾ ആക്ഷൻ, അപ്പം ഞാനങ്ങ് ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. മാമും ചിരിച്ചു. അപ്പം പുറത്തിറങ്ങി വന്നോടനെ ഏട്ടൻ്റെ അടുത്ത്, നീ എന്ത് പണിയെ കാണിച്ച് ചിരിക്കുന്നു, ഇവിടെ ക്യാമറ റോൾ ചെയ്ത് വെച്ചിട്ട് ഇത്രയും ആൾക്കാരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നീ ചിരിക്കാൻ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മാമും ചിരിച്ചല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാം അവിടെ ചിരിച്ച് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ മാമിൻ്റെ ചിരിയില്ല. എന്നുവെച്ചാൽ അതാണ് മാം ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലെത്തുമ്പോൾ അവർ ആർട്ടിസ്റ്റാണ്.
ജനങ്ങളാണ് ഏട്ടനാണ് എന്നെ കൊണ്ടുവരുന്നത്. ഈ അപ്പോൾ നാഗവല്ലിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാമിൻ്റെ ഏറ്റവും സ്ട്രോങ് ക്യാരക്ടർ. അപ്പോൾ ഇതൊരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ അവരെ പടം ചെയ്യുന്നത് അവരുടെ വേറെ തന്നെ ജോണറാണ്, ഹൊററാണ്. ഞങ്ങളുടെ വേറെ തന്നെ ഒരു ജോണറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാവും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാവും. പടം നല്ലതാണെങ്കിൽ നല്ല പടം ഓടും.